ബലാത്സംഗ കേസുകളുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ഒരു വിധി പ്രസ്താവം ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ ഉൾപ്പെടെ തീർച്ചയായും ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു വിധി തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. വിവാഹിതരായ സ്ത്രീകൾ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് നൽകുന്ന പരാതികൾ ഇനി നിലനിൽക്കുകയില്ല. അത്തരത്തിലുള്ള കേസുകൾ ഒരു കാലത്തും പരിഗണിക്കാൻ കഴിയില്ല എന്നാണ് സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ജസ്റ്റിസ് ബി വി നാഗരത്ന അതുപോലെ തന്നെ ഉജ്ജൽ ഭുയാൻ എന്നിവർ അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഇത്രയും നിർണായകമായ ഒരു ഉത്തരവ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് വിവാഹിതരായിട്ടുള്ള ഒരു സ്ത്രീ മറ്റൊരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധം കൂടിയാണ്. അതിനുശേഷം ഈ യുവതി തന്നെ വിവാഹ വാഗ്ദാനം നൽകിയാണ് അയാൾ പീഡിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ, അയാൾ എന്നെ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു, ചതിച്ചു, പീഡനത്തിന് ഇരയാക്കുന്നു എന്ന് പറഞ്ഞ് പരാതിയുമായി സമീപിച്ചാൽ ആ പരാതി ചുരുട്ടിക്കൂട്ടി കളഞ്ഞോളാനാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി പറഞ്ഞതിൻ്റെ പ്രാഥമികമായ അർത്ഥം എന്ന് പറയുന്നത്. ഈ കേസ് ദൂരവ്യാപകമായ നിരവധി കേസുകൾക്ക് ആഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നിർണായകമായ ഒരു വിധിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ ഉൾപ്പെടെ രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദങ്ങളെല്ലാം ഇത് തന്നെയാണ്. വിവാഹിതരായ ഒരു സ്ത്രീ ഉഭയസമ്മത പ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അത് വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനമായിരുന്നു അല്ലെങ്കിൽ ബലാത്സംഗമായിരുന്നു എന്ന് പറഞ്ഞ് പരാതി കൊടുത്താൽ അതെങ്ങനെ നിലനിൽക്കുമെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകർ പോലും ചോദ്യം ചോദിച്ചത്. ഹൈക്കോടതി ഒന്നാമത്തെ കേസിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ, മുൻകൂർ ജാമ്യാപേക്ഷ തന്നെ പരിഗണിക്കുമ്പോൾ ചില നിരീക്ഷണങ്ങൾ സമാനമായ രീതിയിൽ നടത്തുകയും ചെയ്തിരുന്നു. അതും പഴയ സുപ്രീം കോടതി വിധിയുടെ ചില ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ കൂടിയായിരുന്നു അത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലടക്കം ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള അതിനിർണായകമായ ഒരു ഉത്തരവാണ് ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാകണ്ട. അതായത് ഉഭയസമ്മത പ്രകാരം വിവാഹിത സ്ത്രീകൾ പുരുഷന്മാരോടൊപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ട് അതിനുശേഷം ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ഈ സ്ത്രീകൾ അതിജീവിതമാരാണെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഈ പുരുഷന്മാർ ഞങ്ങളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കുന്ന ഒരു പ്രവണത രാജ്യവ്യാപകമായി പലയിടങ്ങളിലും ഉണ്ടാവുകയാണ്. ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ കാര്യങ്ങളല്ല പറയുന്നത്, മറിച്ച് അതിൽ അന്തിമ വിധി കോടതിയാണ് തീരുമാനിക്കുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലെല്ലാം കോടതി വിധി മാത്രമാണ് ഇനി മുന്നിൽ ഉണ്ടാകേണ്ടത്. പക്ഷേ രാഹുലിന്റെ വാദം ഇത്തരത്തിൽ തന്നെ ഉള്ളത് കൂടിയായിരുന്നു. പക്ഷേ സുപ്രീം കോടതി ഈ കേസുമല്ല പരിഗണിച്ചത്, മറ്റൊരു കേസാണെന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. പക്ഷേ അതിൽ സുപ്രീം കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ പല വ്യാജ കേസുകളിലും വരുന്നുണ്ട്. അതിജീവിതമാരെന്ന് പറയുന്ന ആളുകൾ പലരും വ്യാജന്മാരാണ് അല്ലെങ്കിൽ വ്യാജ കോണ്ടക്സ്റ്റിൽ ഉള്ളവരാണെന്ന നിലയിൽ തന്നെയാണ് സുപ്രീം കോടതി ഇത്തരത്തിലൊരു വിധി പറഞ്ഞിരിക്കുന്നതും. അതായത് വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ അതിജീവിതമാരെന്ന വിശേഷണത്തിന് ഇനി അർഹരല്ല എന്ന് ഏത് തരത്തിലുള്ള, അതായത് ഇത്തരത്തിലുള്ള ഏത് പീഡന പരാതിയുമായി വന്നാലും, അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന നിലയിൽ വിവാഹിതരായ സ്ത്രീകൾ പരാതിയുമായി വന്നാൽ അതിനി നിലനിൽക്കില്ല എന്നുള്ളതാണ് കോടതി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇപ്പോഴും ശ്രദ്ധിക്കുക, വിവാഹിതരായ സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അതിക്രമമോ ബലാത്സംഗമോ നടന്നിട്ടുണ്ടെങ്കിൽ അത് ആ കേസിന്റെ ഭാഗമായി തന്നെ പരിഗണിക്കുകയും ചെയ്യും. അതായത് അത് ബലാത്സംഗം തന്നെയാണ്, അത് ലൈംഗിക പീഡനം തന്നെയാണ്. പക്ഷേ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന ആ ഒരു ഒറ്റ കോണ്ടക്സ്റ്റിൽ മാത്രമാണ് ഇത് നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ വിവാഹിതരായ സ്ത്രീകളെ എന്തും ചെയ്യാം, ആർക്കും അവരെ ബലാത്സംഗം ചെയ്യാം എന്ന കേസിലല്ല. അങ്ങനെ ഒരു കേസ് തുടർച്ചയായും അത് ബലാത്സംഗം ആയി തന്നെ നിലനിൽക്കുകയും ചെയ്യും. അവരെ പീഡിപ്പിച്ചാൽ കേസില്ല എന്നല്ല പറയുന്നത്. ആ വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ ഞങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാലും അത് പരാതി തന്നെയാണ്. പക്ഷേ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നിടത്താണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇരിക്കുന്നത്. അങ്ങനെയുള്ള പരാതികൾ ഇനി നിലനിൽക്കില്ല. അതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് അറിയുമോ? 1955 ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം വിവാഹിതരായ ഒരു സ്ത്രീക്ക് ആ ബന്ധം നിലനിൽക്കെ മറ്റൊരു വിവാഹം കഴിക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് മറ്റൊരാൾ വിവാഹം കഴിക്കാമെന്ന് പറയുമ്പോൾ ആ വാഗ്ദാനം സ്വീകരിച്ച് അയാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതും വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനമാണെന്ന് പറയുന്നതും എന്നാണ് കോടതിയുടെ നിർണായകമായ ചോദ്യം. ഇത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകനും കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ള പ്രധാന ചോദ്യം എന്നുള്ളത്. അത് മാധ്യമങ്ങളുടെ നമ്മൾ അറിഞ്ഞതുമാണ്. എന്തായാലും ഇതൊരു വിധി തന്നെയാണ്. ഇത്തരമൊരു വിധി പുറപ്പെടുവിക്കാൻ കോടതിക്ക് മുന്നിലേക്ക് വന്ന കേസ് എന്ന് പറയുന്നത് ഒരു അഭിഭാഷകനെതിരെ ഒരു വനിതാ അഭിഭാഷക പരാതിയുമായി കോടതിയെ സമീപിച്ചപ്പോഴാണ്. ബലാത്സംഗ പരാതിയാണ്, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു ആ പരാതി. ആ കേസിൽ പോലീസ് FIR ഇട്ടു, കേസിന്റെ വാദം തുടർന്നു. അങ്ങനെ ഈ കേസ് സുപ്രീം കോടതി വരെ എത്തുകയും ചെയ്തു. സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ കോടതി പ്രാഥമികമായി പരിഗണിച്ച കാര്യമെന്ന് പറയുന്നത് സ്ത്രീ വിവാഹിതയാണോ എന്നുള്ളതാണ്. സ്ത്രീ വിവാഹബന്ധം വേർപെടുത്തിയിട്ടില്ല. ആ വനിതാ അഭിഭാഷക വിവാഹബന്ധത്തിൽ തുടരുമ്പോഴാണ് ഇത്തരത്തിൽ മറ്റൊരു അഭിഭാഷകനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും അവർ ഒന്നിച്ച് മുന്നോട്ട് പോകുന്നതും. അതിനുശേഷം ഏറെക്കാലം കഴിഞ്ഞപ്പോൾ ഈ അഭിഭാഷകൻ എന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് ഈ വനിതാ അഭിഭാഷക പോലീസിനെ സമീപിച്ചു. പോലീസ് കേസെടുക്കുകയും ചെയ്തു. അഭിഭാഷകനെതിരെ നടപടിയും സ്വീകരിച്ചു. ആ ഘട്ടത്തിലാണ് അഭിഭാഷകൻ കോടതിയെ സമീപിക്കുന്നത്. എന്തായാലും ഇതിലെ നിർണായകമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കൂടി ഇതിൽ എടുത്തു പറയേണ്ടിയിരിക്കുന്ന, കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. ഇത്തരം ഒരു വിധി പ്രസ്താവന നടത്തുമ്പോൾ കോടതി ചില കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരം വകുപ്പുകൾ
വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പല സ്ത്രീകളും ഉഭയസമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ആ ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ആ ബന്ധത്തിൽ എന്തെങ്കിലും ഉലച്ചിലുകൾ ഉണ്ടാകുമ്പോൾ, ആ ബന്ധത്തിൽ എന്തെങ്കിലും വാഗ്വാദങ്ങളോ അങ്ങനെയുള്ള സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടാകുമ്പോൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് പരാതി കൊടുക്കുന്നത് പതിവാണ്. അത് രാജ്യവ്യാപകമായി പലയിടത്തും നടക്കുന്നത് കൂടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലൊക്കെ ഉണ്ടായിട്ടുള്ള രാഹുലിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നതും അത് തന്നെയാണ്. ആ കേസിന്റെ മെറിറ്റിലേക്കല്ല ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കേസിന്റെ അന്തിമ വിധി കോടതിയുടെ മുന്നിൽ തന്നെയാണ് പ്രഖ്യാപിക്കുന്നത്, കോടതി തന്നെയാണ് പ്രഖ്യാപിക്കുന്നത്. പക്ഷേ രാഹുലിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം ഈ കേസുമായി ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടി പറഞ്ഞു പോകുന്നത്. രാഹുലിന്റെ അഭിഭാഷകൻ ഒരു കേസിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്, വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയെ മാരിറ്റൽ സ്റ്റാറ്റസ് നോക്കുമ്പോൾ മാരീഡ് നിൽക്കുന്ന, അതായത് വിവാഹിതയായി നിൽക്കുന്ന ഒരു സ്ത്രീ, ഭർത്താവുമുള്ള ഒരു സ്ത്രീ, ഭർത്താവുമായി കഴിയുന്ന ഒരു സ്ത്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു എന്ന രീതിയിലുള്ള ഒരു അലിഗേഷൻ ഉന്നയിക്കുന്നത് എങ്ങനെ നിലനിൽക്കുമെന്നുള്ള ചോദ്യമാണ് അവിടെ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും കോടതി തന്നെ ആദ്യത്തെ പരാതി പരിഗണിച്ച സമയത്ത് ഇതിൽ ബലാത്സംഗമൊന്നും കാണുന്നില്ലല്ലോ, ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന തീയതിക്ക് ശേഷവും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുമുണ്ട് എന്നുള്ളതും മാതൃഭൂമി അടക്കമുള്ളവ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും ആ കേസിൽ ഇത്തരം വാദങ്ങൾ ചർച്ച ചെയ്യുന്ന അതേ സമയത്ത് തന്നെയാണ് ഇപ്പോൾ ഈ സുപ്രീം കോടതി വിധി, നിർണായകമായ ഈ വിധി കൂടി വന്നിരിക്കുന്നത്. അതായത് വിവാഹം കഴിച്ച സ്ത്രീകൾ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ വിവാഹ വാഗ്ദാനം നൽകി മറ്റൊരാൾ ബലാത്സംഗം ചെയ്തു, ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിന് ശേഷം അത് പീഡനമായിരുന്നു, വിവാഹ വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിച്ചതാണ് എന്ന നിലയിൽ വരുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അത് ഹിന്ദു വിവാഹ നിയമപ്രകാരം നിലനിൽക്കുന്നതല്ല എന്ന് മാത്രമല്ല, അത് ശരിയായ ഒരു കീഴ്വഴക്കമല്ല എന്ന് കൂടി കോടതി വ്യക്തമായി പറയുന്നുണ്ട്. കാരണം വിവാഹം കഴിച്ച ഒരു സ്ത്രീ എങ്ങനെയാണ് വിവാഹ വാഗ്ദാനത്തിൽ വീഴുന്നത്? അല്ലെങ്കിൽ വിവാഹം കഴിച്ച ഒരു സ്ത്രീക്ക് നിലവിലെ നിയമപ്രകാരം മറ്റൊരു വിവാഹം അല്ലെങ്കിൽ ആ വിവാഹബന്ധം നിലനിൽക്കെ വിവാഹം കഴിക്കാൻ കഴിയുകയുമില്ല. അതൊരു യാഥാർത്ഥ്യമായ കാര്യമാണ്. നിയമപ്രകാരം അത് അങ്ങനെ കൂടി തന്നെയാണ്. എന്നിരിക്കെ സ്ത്രീകൾ എന്തിനാണ് ഈ വിധത്തിൽ വിവാഹം കഴിച്ച് ജീവിക്കുന്ന സമയത്ത് രണ്ടാമതൊരാൾ വിവാഹം കഴിക്കുമെന്ന് പറയുമ്പോൾ അത്തരം ബന്ധങ്ങൾക്ക് തയ്യാറാകുന്നത് എന്നുള്ളതാണ് പ്രധാനമായി ചോദ്യമായി വരുന്നത്. അത്തരം ബന്ധങ്ങൾ അല്ലെങ്കിൽ അത്തരം ബന്ധങ്ങൾക്ക് തയ്യാറാകുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ അതൊരു പരാതിയായി വരുമ്പോൾ അത് സ്വീകരിക്കേണ്ടതില്ല, അല്ലെങ്കിൽ അത് നിലനിൽക്കുന്നതല്ല എന്ന് തന്നെയാണ് കോടതി ഇപ്പോൾ പറയുന്നത്. വ്യാജ പരാതി കൊടുത്ത് പുരുഷന്മാരെ കൊടുക്കാൻ ശ്രമിക്കുന്ന നിരവധി സ്ത്രീകൾക്ക് നിരവധി കേസുകളിൽ ഇത് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. കേരളത്തിൽ തന്നെ പല കേസുകളും അത്തരത്തിലുണ്ട് എന്ന് തന്നെയാണ് പുരുഷ കമ്മീഷനുമായി ബന്ധപ്പെട്ട രാഹുൽ ഈശ്വർ അടക്കമുള്ളവർ പറഞ്ഞു വെക്കുന്നത്. കാരണം വിവാഹബന്ധം നിലനിൽക്കെ തന്നെ മറ്റൊരു അഫെയർ ഉണ്ടായിട്ട് പോകുന്നു, അല്ലെങ്കിൽ അഫെയറുമായിട്ട് പോകുന്നു, അല്ലെങ്കിൽ പുതിയൊരു ബന്ധം ഉണ്ടാക്കുന്നു, അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ഉലച്ചിലുണ്ടാകുമ്പോൾ, എന്തെങ്കിലും തരത്തിലൊരു ബന്ധത്തിലൊരു വിള്ളൽ ഉണ്ടാകുമ്പോൾ ഉടൻ തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം കേസുകളിൽ നിലവിലെ നിയമപ്രകാരം പോലീസിനെ സംബന്ധിച്ച് FIR ഇടുക, അതുപോലെ തന്നെ അത് കേസെടുക്കുക, ആ പുരുഷനെ പ്രതിയാക്കി നടപടിയിലേക്ക് പോകുക എന്നുള്ളത് തന്നെയാണ് നടപടിക്രമം എന്ന് പറയുന്നത്. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ സ്ത്രീകൾ കോടതിയെ സമീപിച്ചാൽ പോലീസിനോട് FIR ഇടാൻ നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിന് നടപടിക്രമമായി മുന്നോട്ട് പോവുകയെ നിവർത്തിയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇനി ഇത്തരം കേസുകൾ വരുമ്പോൾ പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. ഇത്തരം വിവാഹിതയായ സ്ത്രീയാണോ പരാതി നൽകിയതെന്ന് പ്രാഥമികമായി പരിശോധിക്കാം. കാരണം സുപ്രീം കോടതി ഇത്തരം ഒരു നിർണായക വിധി പുറപ്പെടുവിച്ചിരിക്കുക കൂടിയാണ്. അത് സത്യം പറഞ്ഞാൽ പുരുഷന്മാരെ കൊടുക്കാൻ വേണ്ടി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന വ്യാജ പരാതി കൊടുക്കുന്ന വ്യാജ അതിജീവിതമാരായിട്ടുള്ള ആളുകൾക്ക് കൃത്യമായ തിരിച്ചടി കൂടിയാണ് ഈ വിധി എന്ന് കൂടി പറയേണ്ടി വരും. അടുത്തിടെ സുപ്രീം കോടതി വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. വിവാഹിതയായ ഒരു സ്ത്രീക്ക് വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്ന പരാതി നിയമപരമായി ഇനി നിലനിൽക്കില്ല. കാരണം നിയമപരമായ മറ്റൊരു വിവാഹത്തിലിരിക്കുന്ന ഒരാൾക്ക് യാതൊരു കാരണവശാലും മറ്റൊരു വിവാഹ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുകയില്ല. ഇത് യഥാർത്ഥ ബലാത്സംഗ കേസുകളെയും ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധങ്ങളെയും വേർതിരിച്ച് കാണേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള രാഷ്ട്രീയ ഗൂഢാലോചനകൾ എല്ലാം തന്നെ പൊളിഞ്ഞു വീഴുന്നത്. രാഹുലിനെതിരെ ഉയർന്നു വന്ന ഒന്നാമത്തെയും മൂന്നാമത്തെയും കേസുകളിലെ പരാതി വിവാഹിതരായ സ്ത്രീകൾ തന്നെയാണ്. നിയമപരമായി വിവാഹം കഴിഞ്ഞവർക്ക് എങ്ങനെയാണ് വിവാഹ വാഗ്ദാനത്തിന്റെ പേരിൽ വഞ്ചിക്കപ്പെട്ടു എന്ന് വാദിക്കാനാവുക? സുപ്രീം കോടതിയുടെ ഈ പുതിയ നിരീക്ഷണം മുൻനിർത്തി അങ്ങനെ തന്നെ നോക്കിയാൽ രാഹുലിനെതിരെ കെട്ടിച്ചമച്ച ഈ കേസുകൾ സ്വാഭാവികമായും അസാധുവാകേണ്ടത് കൂടിയുണ്ട്. രണ്ടുപേർ പരസ്പര സമ്മതത്തോടെ ഒരു കാര്യത്തിൽ ഏർപ്പെടുകയും പിന്നീട് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ആ ബന്ധം തകരുമ്പോൾ പുരുഷനെ മാത്രം വേട്ടമൃഗമാക്കുകയും ചെയ്യുന്ന രീതി ഇനി മാറേണ്ടതുണ്ട്. സ്ത്രീയും പുരുഷനും തുല്യരാകേണ്ട സമൂഹത്തിൽ തെറ്റ് രണ്ടുപേരുടെയും ഭാഗത്താണെങ്കിൽ ശിക്ഷ ഒരാൾക്ക് മാത്രം നൽകുന്നത് നീതിയുമല്ല. രാഹുലിന്റെ കാര്യത്തിൽ സംഭവിച്ചതും ഇത്തരമൊരു സെലക്ടീവ് വേട്ടയാടൽ തന്നെയാണെന്നാണ് ആരോപണങ്ങളെല്ലാം ഉയർന്നു വരുന്നത്. വിവാഹിതയായ സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി തുടർച്ചയായി ബലാത്സംഗം ചെയ്തു എന്ന കേസിൽ ഛത്തീസ്ഗഡിലെ ഒരു അഭിഭാഷകനെതിരെയുള്ള ക്രിമിനൽ നടപടികൾ റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതി ഈ സുപ്രധാന ഉത്തരവ് കൂടി പുറപ്പെടുവിച്ചിരിക്കുന്നത്. വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ കക്ഷികൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്ന് മാത്രം എല്ലാ കേസുകളും ബലാത്സംഗമായി കണക്കാക്കാനാകില്ല എന്ന് തന്നെയാണ് കോടതി തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത്. ലൈംഗിക ബന്ധത്തിൽ സമ്മതം നേടുക എന്ന ലക്ഷ്യത്തോടെ മാത്രം പ്രതി വിവാഹ വാഗ്ദാനം നൽകിയാൽ പ്രസ്തുത വാഗ്ദാനം നിറവേറ്റാനുള്ള ഉദ്ദേശം
തുടക്കത്തിൽ തന്നെ ഇല്ലാതായിരിക്കുകയും വിവാഹത്തെക്കുറിച്ച് അത്തരം വ്യാജ വാഗ്ദാനത്തിൽ പ്രോസിക്യൂഷൻ ലൈംഗിക ബന്ധത്തിന് സമ്മതം നൽകുന്നത് നേരിട്ട് ബാധിക്കുകയും ചെയ്യാൽ മാത്രമേ IPC സെക്ഷൻ 375 പ്രകാരമുള്ള കൃത്യമായിട്ട് കണക്കാക്കാൻ കഴിയൂ എന്നും ജസ്റ്റിസുമാരായ BV നാഗരത്ന ഒപ്പം തന്നെ ഉജ്ജ്വൽ ബുയൻ എന്നിവരടങ്ങുന്ന ബെഞ്ച് നിരീക്ഷിച്ചിരിക്കുകയാണ്. അപ്പീലിനെതിരായ ബലാത്സംഗ കേസ് റദ്ദാക്കാനായിട്ട് വിസമ്മതിച്ച ഛത്തീസ്ഗഡ് ഹൈക്കോടതി ഉത്തരവ് കൂടി റദ്ദാക്കിയിരിക്കുകയാണ് സുപ്രീം കോടതി ഇപ്പോൾ ഈ സുപ്രധാന വിധി കൂടി പുറപ്പെടുവിച്ചിരിക്കുന്നത്. വിവാഹ വാഗ്ദാന ഹർജി പരിഗണിക്കാനിരിക്കുന്ന 33 വയസ്സുള്ള അഭിഭാഷകനും വിവാഹിതയായ അമ്മയുമാണ് പരാതിക്കാരി. വിവാഹം ഉറപ്പു നൽകി 2022 സെപ്റ്റംബർ മുതൽ അപ്പീൽക്കാരി താനുമായി ശാരീരിക ബന്ധം സ്ഥാപിച്ചുവെന്ന് ആരോപിച്ചിരുന്നു. 2025 ജനുവരി വരെ ആ ബന്ധം തുടർന്നുവെന്നും ആ സമയത്ത് താൻ ഗർഭിണിയാവുകയും ഗർഭഛിദ്രത്തിന് വിധേയമാക്കാൻ നിർബന്ധിതരാവുകയും ചെയ്തുവെന്നും അവർ അവകാശപ്പെടുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബവുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് 2025 ഫെബ്രുവരിയിൽ അവർ IPC സെക്ഷൻ 376 2N പ്രകാരം FIR ഫയൽ ചെയ്യുകയായിരുന്നു. പരാതിക്കാരുടെ വിവാഹമോചനം ഇപ്പോഴും തീർപ്പാക്കാത്തത് കൊണ്ട് തന്നെ ആരോപിക്കപ്പെട്ട ബന്ധത്തിൽ മുഴുവൻ കാലയളവിലും അവർ നിയമപരമായി വിവാഹിതരായിരുന്നുവെന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പീൽ നൽകുന്ന ആൾ വിവാഹിതയായ ഒരു സ്ത്രീക്ക് നൽകുന്ന ഏതൊരു വാഗ്ദാനവും തുടക്കം മുതൽ നിറവേറ്റാൻ നിയമപരമായി അസാധ്യമായിരിക്കുന്നു. കാരണം 1955 ഹിന്ദു വിവാഹ നിയമത്തിലെ സെക്ഷൻ അനുസരിച്ച് സെക്ഷൻ 5 പ്രകാരം തന്നെ പരാതിക്കാരുടെ വിവാഹമോചനം ഇപ്പോഴും തീർപ്പാക്കാത്തത് കൊണ്ടും ആരോപിക്കപ്പെട്ട ബന്ധത്തിന്റെ മുഴുവൻ കാലയളവിലും അവൾ നിയമപരമായി വിവാഹിതയായിരുന്നു എന്നതും കോടതി നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പീൽ നൽകുന്ന ആൾ വിവാഹിതയായ ഒരു സ്ത്രീക്ക് നൽകുന്ന ഏതൊരു വിവാഹ വാഗ്ദാനവും തുടക്കം മുതൽ നിറവേറ്റാൻ നിയമപരമായി അത് അസാധ്യമായിരിക്കുമെന്നും കാരണം ഇതൊക്കെ തന്നെയാണെന്നാണ് കോടതി പറഞ്ഞു വെക്കുന്നത്. എന്ത് തന്നെയായാലും ഇപ്പോഴത്തെ വലിയ തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലും ഇത് തന്നെയാകും ഉണ്ടാകാൻ പോകുക. കോടതിയുടെ ഈ നിരീക്ഷണവും രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസം നൽകുന്നത് കൂടിയാണ്. കാരണം ഈ കേസോടെ ഏകദേശം സാമ്യമുള്ളത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുകളെല്ലാം. ഇതോടെ 1ാം കേസും 3ാം കേസും റദ്ദാക്കുമെന്ന് കൂടി ഏകദേശം നമുക്ക് ഉറപ്പിക്കാനായിട്ടുണ്ട്. ഇനി അടുത്തത് എന്ത് തന്നെയായിരുന്നാലും അല്ലെങ്കിൽ എന്തായിട്ടായിരിക്കും വരിക എന്ന് മാത്രമാണ് ഇനി നോക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീണ്ടും പരാതികൾ വരുമെന്നുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ അത് അന്തരീക്ഷത്തിൽ പടർന്നു കിടക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് നിയമവ്യവസ്ഥയിലെ ഒരു ശുദ്ധീകരണ പ്രക്രിയ കൂടിയാണ്. പലപ്പോഴും രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാൻ വേണ്ടി ഇത്തരം പീഡന പരാതികളെല്ലാം ഉയർത്തുകൊണ്ടുവരുന്നത് അതിന് ചില സ്ത്രീകളെ ആയുധമാക്കുന്ന രീതി നമ്മൾ കണ്ടുവരുന്നതുമാണ്. എന്നാൽ സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ അത്തരം ഗൂഢാലോചനകൾക്ക് വലിയൊരു തിരിച്ചടി കൂടിയാണ് സമ്മാനിച്ചിരിക്കുന്നത്. പ്രായപൂർത്തിയായ 2 വ്യക്തികൾ അവർ നിയമമനുസരിച്ച് അവർക്ക് നിയമം നന്നായി അറിയുന്നവരായിരിക്കും, സമൂഹത്തെക്കുറിച്ച് അറിയാം, അവർ ഒന്നിച്ച് ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതിനുശേഷം എന്തെങ്കിലും ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മ ഉണ്ടാകുമ്പോൾ അത് ബലാത്സംഗമായി മാറുന്നത് എങ്ങനെയാണെന്നും ഈ ചോദ്യമാണ് സുപ്രീം കോടതി ലോകത്തോട് തന്നെ വിളിച്ചു പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ സംഭവിച്ചത് ഇത് തന്നെയാണെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗവും ഇപ്പോഴത്തെ ഉണ്ടാകുന്നുണ്ട്. ഈ പുതിയ വിധി ആ വിശ്വാസത്തിന്റെ കരുത്ത് തന്നെ പകരുന്നത് കൂടിയാണ്. ഇതിന്റെ ബാക്കി പത്രം എന്തായിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടത് കൂടിയുണ്ട്. എങ്കിലും പുരുഷന്മാരെ വേട്ടയാടാൻ ഇത്തരം വ്യാജ പരാതികൾ ഇനി അത്ര എളുപ്പമാകില്ല എന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. ജനാധിപത്യപരമായി പോരാട്ടങ്ങളിൽ ഇത്തരം കുത്സ നീക്കങ്ങൾ ഇല്ലാതാട്ടെന്ന് അല്ലെങ്കിൽ ഇനി ഇല്ലാതാക്കട്ടെ എന്ന് കൂടി നമുക്ക് പ്രത്യാശിക്കാം. രാഹുലിന്റെ കാര്യത്തിലും അതിൽ അതിജീവിതമാർക്കാണോ അല്ലെങ്കിൽ രാഹുലിനാണോ നീതി നടപ്പാക്കുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം. ആർക്കായിരുന്നാലും നീതി ആർക്കാണോ ലഭിക്കേണ്ടത് അവർക്ക് തന്നെ നീതി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം.